ഹലോ ഗൈസ്, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും? ഇവിടുത്തെ ഓണം എന്തായാലും മഴവെള്ളത്തിലായി. ഇവിടെ എല്ലാം മഴയായിരുന്നു. പക്ഷേ ഇട്ട അത്തപ്പൂവൊന്നും മഴവെള്ളത്തിൽ പോയിട്ടില്ല. നല്ല മഴയൊക്കെ പെയ്തു, എന്നാലും അങ്ങനെ ആ ഒരു രീതിയിൽ വെള്ളം തട്ടിയാലും വെള്ളം ഒഴുകി വന്നാലും പോകാത്ത രീതിയിലൊക്കെ അത്തപ്പൂ ഇട്ടു. വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നല്ല മഴയും ഇതൊക്കെയായിരുന്നു, തിരക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട്സിനും യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വക ഓണാശംസകൾ. കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും ഇരിക്കട്ടെ. 28 ദിവസം വരെ ഓണമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയാനും കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പ് പറയാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം അടിച്ചു വിളിച്ചോ? ഓണസദ്യ കഴിക്കാൻ ഭാഗ്യം കിട്ടിയോ? അത്തപ്പൂ ഇടാനൊക്കെ ഭാഗ്യം കിട്ടിയോ? കാര്യം ഇതൊന്നും നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരേ സമയം ഒത്തു വരണമെന്നും ഭാഗ്യം ഇങ്ങനെ നമുക്ക് കൂടെ നിൽക്കണമെന്നില്ല. ഇതൊക്കെ നഷ്ടപ്പെടും. ചില സമയത്ത് നമുക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ഓണക്കോടി കിട്ടിയെന്ന് വരാം. അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉള്ള നാടല്ലേ ഇത്, പാവപ്പെട്ടതും പണക്കാരൊക്കെ ഉള്ളത്. 21 കൂട്ടം കറിയൊന്നും ഇല്ലെങ്കിലും 2-3 കൂട്ടം കറിയൊക്കെ കൂട്ടി ഓണസദ്യ കഴിച്ചവർ കാണും ഈ കൂട്ടത്തിൽ. ഞാനൊക്കെ ആ കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ എൻ്റെ സ്വന്തം നാട് കൊല്ലമാണ്, കൊല്ലം ജില്ലയാണ്. ഞാനൊക്കെ അവിടുത്തെ ക്ലബ്ബിലൊക്കെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട്. വേറെ നല്ല പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഡാൻസൊക്കെ കളിച്ച് കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി കളിച്ച് ഇങ്ങനെ എന്താ പറയുക, നമ്മളവിടെ ഓണം നല്ല നല്ല ഓർമ്മകളുണ്ട് അവിടെ. എൻ്റെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ക്ലബ്ബ് എവർഷൈൻ പ്ലാക്കാട് പബ്ലിക് ലൈബ്രറി ആയിരുന്നു. പിന്നെ ഉള്ളത് യവനികയാണ്. യവനികയിൽ 28-ാം ഓണത്തിനാണ് പരിപാടിയൊക്കെ ഉള്ളത്. എവർഷൈനിലാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യമൊന്നും കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കഴിഞ്ഞ വർഷവും ഇല്ലായിരുന്നു. അടുത്ത വർഷമെങ്കിലും കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ. ഞാനിപ്പോൾ പാലക്കാടാണുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും കണ്ടില്ല. എല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ട് സദ്യ കഴിച്ചു, അത്തപ്പൂവൊക്കെ ഇട്ടത് മാത്രമേ ഉള്ളൂ. അത്തപ്പൂ മത്സരം പോലും എങ്ങും ഇല്ലായിരുന്നു. ദൂരെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഞാൻ കണ്ടില്ല. അത്തപ്പൂ മത്സരമൊക്കെ ഞങ്ങളുടെ അവിടെ ഉണ്ട് കേട്ടോ. തുടക്കം അതാണ്. ആദ്യത്തെ മത്സരം അത്തപ്പൂക്കളം മത്സരമാണ്. കഴിവതും 2ാം സമ്മാനമെങ്കിലും വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പല പല വർഷങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളും മിക്കുള്ള മത്സരവും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലബ്ബിലെ പൂർണ്ണ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാനൊക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം നല്ല നല്ല ഓർമ്മകളാണ്. ഇനിയുള്ള കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും അടിച്ചു വിളിച്ച് ഓണം ആഘോഷിക്കട്ടെ. ഞാൻ വീഡിയോയിലാണ് കേട്ടോ കണ്ടത് ഓണമൊക്കെ, എൻ്റെ നാട്ടിലെ ഓണമൊക്കെ കണ്ടത്. കൈകൊട്ടിക്കളിയല്ല, ഓണം കളി എപ്പോഴും അവിടെ നടത്താറുണ്ട്. അടിപൊളിയായിരിക്കും. എല്ലാവരും ഉണ്ട് അവിടെ. പ്രായഭേദമന്യേ എല്ലാവരും ഓണം കളിക്കും കേട്ടോ. കൊച്ചുങ്ങളും നല്ല പ്രായമുള്ള അച്ഛച്ചന്മാർ അമ്മമാരൊക്കെ കളിക്കാറുണ്ട്. എനിക്കതൊക്കെ ഓർമ്മ